ഹലോ, നമസ്കാരം. അപ്പോൾ വീണ്ടും നമ്മുടെ ലാവോ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നോങ്കിയാവിൽ തന്നെയാണ്. രാവിലെ ഇവിടുന്ന് ഒരു 7:30 മണിയോടുകൂടി മുവാങ് ഹിയാമിലേക്ക് തിരിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു 4 മണിക്കൂറിൻ്റെ റൈഡേ ഉള്ളെന്ന് തോന്നുന്നു. രാവിലെ ഒരു 5:30 തന്നെ എണീറ്റു. നല്ലൊരു പ്രഭാതം, ചെറിയൊരു മൂടൽമഞ്ഞും ചെറിയൊരു തണുപ്പുമൊക്കെ ഉണ്ട്. ശാന്തമായ നദീതീരം, ആരുമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റിവർ സൈഡിൽ വന്നിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു മെസ്സേജുകളും മെയിലുകളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പതുക്കെ ഒരു മോർണിംഗ് വാക്കാമെന്ന് വിചാരിച്ചു. വില്ലേജിൻ്റെ മെയിൻ സ്ട്രീറ്റിലോട്ട് നടക്കാമെന്ന് വിചാരിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇതേതോ ഒരു പുതിയ റിസോർട്ട് പണിയുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പുതിയ റിസോർട്ടുകളൊക്കെ പണി നടക്കുന്നുണ്ട്. ഹോട്ടലുകളെല്ലാം കൂടുതലും ഈ റിവർ സൈഡ് കേന്ദ്രീകരിച്ചാണല്ലോ. ഇതാണ് ആംസ് ഗിവിങ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഏത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ പരിപാടിയാണ്. രാവിലെ ഇങ്ങനെ ബുദ്ധ ഭിക്ഷുക്കൾ ചെറിയൊരു ഗ്രൂപ്പായിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പം വീട്ടുകാർ അവർക്ക് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കുന്നത്. കൂടുതൽ ഈ അരിയും മറ്റ് പലചരക്ക് സാധനങ്ങളൊക്കെ കൊടുക്കും. അതൊരു ട്രഡീഷനാണ്. ഇപ്പോൾ ഇത് തന്നെ ഒരു ടൂറിസം ആക്ടിവിറ്റി ആയിട്ട് ഫോറിനേഴ്സും വന്ന് ഈ പറഞ്ഞ ലുവാങ് പ്രവാങ്ങിലൊക്കെ ഇങ്ങനെ ആംസ് ഗിവിങ്ങിന് നിൽക്കുന്ന കാണാറുണ്ട്. പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ബേസിക്കലി സന്യാസിമാർ ഭൗതിക സുഖങ്ങൾ പരിത്യജിച്ച് ആത്മീയ പാതയിൽ പോകുന്നു. അപ്പോൾ അവരുടെ ഭൗതിക കാര്യങ്ങൾ നോക്കേണ്ട ചുമതല മറ്റു ഭക്തർക്കാണ്. അതുകൊണ്ട് സാധാരണ വിശ്വാസികൾ അവർക്കുള്ള ആഹാര സാധനങ്ങളെ ഇങ്ങനെ ഒരു ദക്ഷിണ പോലെയോ അല്ലെങ്കിൽ ഒരു ദാനം പോലെയോ കൊടുക്കുന്നു. അതൊരു കാഴ്ചയായിരുന്നു. ഇതൊരു സ്കൂളാണെന്ന് തോന്നുന്നു. നല്ലൊരു വലിയ സ്കൂളാണ്. ഇവിടെ ഉണ്ട് ഒരു ചെറിയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. രാവിലെ കൊണ്ട് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ നേരെ നദിക്കരയിലേക്ക് പോയി. ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോയി. അവിടെയാണെങ്കിൽ നല്ല വ്യൂ ആണ്. രാവിലെ നല്ല മനോഹരമായ വ്യൂ ആണ്. ചുറ്റിനുമുള്ള ചെറിയ മലനിരകളും ചെറിയൊരു മഞ്ഞും. ആരും തന്നെ ഇല്ല. അങ്ങനെ രാവിലെ പ്രഭാത നടത്തക്കാരെയൊന്നും കണ്ടില്ല. അവിടെ ഒരു 10-15 മിനിറ്റ് നിന്നു. ഇപ്പോൾ താഴെ നദിയിൽ കൂടെ ചെറിയ വള്ളങ്ങളും 1-2 ചെറിയ സ്പീഡ് ബോട്ടുകളൊക്കെ പോണ കണ്ടു. നല്ല മനോഹരമായ കാഴ്ചയാണ്. അവിടെ രാവിലെ ഇങ്ങനെ കുറച്ച് നേരം എന്തായാലും നല്ല ബോറടിക്കത്തില്ല. രാവിലെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ചെറിയൊരു ഗ്രാമമാണ് ഈ നോങ്കിയാവ്. വലിയ പോപ്പുലേഷനൊന്നും ഇല്ല. ഈ നദിയെ ചുറ്റിപ്പറ്റി പിന്നെ ഇന്നലെ പോയ നോങ്കിയാവ് വ്യൂ പോയിന്റ്, അങ്ങനെ കുറച്ച് ടൂറിസ്റ്റുകളും ബാക്കി കൃഷിയും ഈ പറഞ്ഞ പോലെ നദിയെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് അവരുടെ ജീവിതം. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു തായ്ലൻഡിൽ നിന്നുള്ള ഒരു റൈഡറെ കണ്ടു. പുള്ളി ഒരു BMW GS ബൈക്കിലാണ് വന്നത്. പുള്ളിയുടെ ബൈക്കിൽ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നു. അപ്പോൾ 7 മണി കഴിഞ്ഞു. എന്നാൽ പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല രാവിലെ നല്ല ഫ്രൂട്ട്സുകൾ, ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെയുള്ള കട ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 7 കൂടി പാക്ക് ചെയ്തു, റൈഡ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ നമ്മൾ നടക്കാൻ വന്ന ഈ ബ്രിഡ്ജിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് വരേണ്ടത്. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് മുവാങ് ഹിയാമിലേക്ക് പോകേണ്ടത്. ചെറിയൊരു മൂടലുണ്ട്, മഴ പെയ്യുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ ചാറാൻ തുടങ്ങിയിട്ടില്ല. ഇത് ഇന്നലെ വൈകുന്നേരം നമ്മൾ പോയ മറ്റേ വ്യൂ പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഇവിടെ. റോഡൊക്കെ പൊതുവെ കാലിയാണ്. കാര്യമായ വാഹനങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം തെറ്റില്ലാത്ത റോഡാണ്. വീതി കുറവാണെങ്കിലും ഈ ഒരു സ്ട്രെച്ച് അത്യാവശ്യം ടാറൊക്കെ ഇട്ട് ലെവലാക്കിയേക്കുന്ന റോഡാണ്. ഇവിടെയും ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ പോലെ ശബ്ദം കേട്ടു സൈഡിൽ. അപ്പോൾ നോക്കിയപ്പോൾ ചെറിയൊരു അരുവി, പിന്നെ കുറെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൂടെ വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് കേട്ടത്. അപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി ജസ്റ്റ് റോഡിൽ നിന്ന് ഒരു 10-20 മീറ്റർ താവട്ട് ഇറങ്ങി അവിടെ ചെല്ലാം. അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി നിന്നു. ഇതൊരു ചെറിയ പിക്നിക് സ്പോട്ടാണെന്ന് തോന്നുന്നു. രാവിലെ സമയമായതുകൊണ്ട് ആരും ഒന്നും കണ്ടില്ല. അവിടെ എന്തോ ചെറിയൊരു ഓല കൊണ്ടൊക്കെ കെട്ടിയൊരു കട പോലെ ഉണ്ട്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. നേരെ മുവാങ് ഹിയാങ് ലക്ഷ്യമാക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ
റോഡ് മോശമാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഓഫ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഓടിച്ചു പോകാൻ പറ്റിയ റോഡ് തന്നെയാണ്. ഒരു 40 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞിട്ട് ഒരു കട പോലും കണ്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ സാധാരണ കരുതുന്ന പോലെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ചെറിയ കടകൾ കാണുമെന്ന് പ്രതീക്ഷയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നോക്കിയാവ് കഴിഞ്ഞിട്ട് ഇതുവരെയും അങ്ങനെ കടകളൊന്നും കണ്ടില്ല, ചെറിയതായ കടയൊന്നും കണ്ടില്ല. ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും സാമാന്യം തരക്കേടില്ലെന്ന് തോന്നിയ ഒരു ഹോട്ടൽ പോലെ കണ്ടു. പക്ഷെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. ഇനി ലഞ്ചേ അവിടെ റെഡിയാവുള്ളൂ. അവർ പറഞ്ഞ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഒരു മാർക്കറ്റ് വരും, അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അവർ പറഞ്ഞു. അപ്പം ആ വിശ്വാസത്തിൽ പതൊക്കെ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി. അവിടെയും രാവിലെ കാര്യമായിട്ടൊന്നും ഇല്ല. 2 മുട്ട പുഴുങ്ങിയതും ഒരു കോഫിയും കൂടെ പറഞ്ഞു. തിളച്ച വെള്ളത്തിലേക്ക് വെറുതെ മുട്ട ഇട്ടിട്ട് എടുത്തതാന്ന് തോന്നുന്നു, കാരണം വെന്തിട്ടില്ലായിരുന്നു. ഒരു പച്ചമുട്ടയുടെ എഫക്റ്റ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം പശക്കുന്ന കാരണം പൊട്ടത്തോട് പൊട്ടിച്ച് മുട്ട കഴിക്കുന്നതിന് പകരം കുടിച്ചു. അത് കഴിഞ്ഞൊരു കാപ്പിയും കൂടെ കുടിച്ചു. അപ്പൊ ചെറുതായിട്ടൊന്ന് വിശപ്പടങ്ങി. ഏതായാലും ഇനിയിപ്പോ ഒരു 12-1 മണിയോടുകൂടി മൂവാഹിയാമി ചെല്ലാം, എന്നിട്ട് കാര്യമായ ലഞ്ച് കഴിക്കാം എന്നുള്ള ധാരണയിൽ വീണ്ടും തുടങ്ങി. കാര്യമായിട്ടൊന്നുമില്ല, പോണ വഴി ചെറിയ വില്ലേജ് റൂട്ടാണ്. ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കാഴ്ചയൊന്ന് മെച്ചപ്പെട്ടു. ചെറിയ പുൽപ്പരപ്പുകളും ചെറിയൊരു മെഡോയുടെ ഒരു എഫക്റ്റ് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സ്ഥലത്തെ വീടുകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ 80കളിലെയും 90കളുടെ ആദ്യം പോലുള്ള ചില നമ്മുടെ നാട്ടിലെ വില്ലേജുകൾ പോലൊക്കെ തോന്നും. പഴയ ടൈപ്പ് വീടുകളും അങ്ങനെ കാര്യമായ വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ പോണ പോലുള്ള ഒരു പ്രതീതിയാണ്. അങ്ങനെ നമ്മൾ മുവാങ് ഹിയാമിലേക്ക് പോണ വഴിയിൽ അങ്ങനെ ഹിയാം ഡിസ്ട്രിക്റ്റിന്റെ എൻട്രൻസിൽ വന്നു. അവിടെ ഒരു ചെറിയ ആർച്ചൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിർത്തി 2-3 ഫോട്ടോയൊക്കെ എടുത്തു. അവിടുന്ന് പിന്നെ മുവാങ് ഹിയാം അടുത്ത് തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴി ഇച്ചിരി മോശമാണ്. കാര്യമായ വർക്കൊന്നും നടന്നിട്ടില്ല, വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഹോണ്ട XR 250 സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ടും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ചാടിച്ചെടുത്തോണ്ട് പോവാം. അങ്ങനെ അവസാനം നമ്മൾ മുവാങ് ഹിയാമിലെത്തി. നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ ഹോട്ടലൊക്കെ തപ്പുന്നതിന് പകരം ആദ്യം തന്നെ വരാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ആ റിവർ സൈഡിൽ തന്നെ ഒരു ചെറിയ ഹോട്ടൽ പോലെ കണ്ടു. അവിടെ കയറി അവർ നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നൂഡിൽസിന് ഓർഡർ കൊടുത്തു. അപ്പൊ അതൊക്കെ അവിടെ ഇരുന്ന് ഇനി ഹോട്ടൽ കണ്ടുപിടിക്കണം. കാരണം കഴിഞ്ഞ 4-5 ദിവസം പോലെ നമ്മൾ നേരത്തെ ഒന്നും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. എന്നാ പിന്നെ ഇവിടെ വന്നിട്ട് തിരക്കാമെന്ന് വിചാരിച്ച് ഈ ഹോട്ടലിലെ ആളോട് ചോദിച്ചപ്പോൾ അടുത്ത 2-3 ഹോട്ടലൊക്കെ ഉണ്ട്, പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് എടുത്ത് ഒരു നൂഡിൽസ് റെഡിയാവാൻ. നല്ല ഹോട്ട് നൂഡിൽസും പിന്നെ നമ്മുടെ കുറച്ച് വെജിറ്റബിൾസ്, എന്താ ചീരയും സെലറിയും കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിച്ചു, വിശപ്പൊക്കെ ഇടയ്ക്ക്. അപ്പോൾ റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് ആദ്യം പോയി നോക്കി. പക്ഷേ അവിടെ റൂമില്ലായിരുന്നു. കാര്യം നല്ല ഹോട്ടലായിരുന്നു, നല്ല അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അവർ ബുക്ക്ഡാണ് ഫുള്ളി. അപ്പോൾ അവർ പറഞ്ഞ് മാർക്കറ്റിൻ്റെ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 2-3 ഹോട്ടലുകളുണ്ട്, അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോയി. എല്ലായിടത്തടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ മാർക്കറ്റായി. അവിടെ പോണ വഴിയിൽ നോക്കി ബോർഡ് നോക്കി പോയി. അങ്ങനെ വന്നപ്പോൾ ഒരു ലോഡ്ജിൻ്റെ ഒരു സൈൻ കണ്ടു, അകത്തോട്ട് കയറി. അപ്പോൾ ലക്കിലി അവിടെ റൂം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു 1200 രൂപ റേഞ്ച്, ഒരു 1200 രൂപ റേഞ്ചിൽ റൂം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടെ ഒരു ഹോട്ട് സ്പ്രിങ് വളരെ ഫേമസ് ആണ്, ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോണ വഴിക്കാണ് ഇവിടുത്തെ ഒരു വലിയ നാഷണൽ പാർക്കാണ്. ഈ മുവാങ് ഹിയാം ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. ഈ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ടൗൺ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം മുവാങ് ഹിയാം ഇവിടുത്തെ ലാവോയിലെ ഏറ്റവും വലിയൊരു നാഷണൽ പാർക്കാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടെ ഇങ്ങനെ സഫാരിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത് ചെറിയ ഷോർട്ട് സഫാരി, വല്ല 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടാകുന്ന പോകാമെന്ന് കരുതി അവിടെ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ റിസപ്ഷനിൽ തിരക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് ചെറിയ ട്രിപ്പുകളൊന്നുമില്ല. സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ദിവസം 1.5 ദിവസം അങ്ങനെയൊക്കെയുള്ള ലോങ് ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. കാരണം നാളെ രാവിലെ ഇവിടുന്ന് വീണ്ടും നമുക്ക് യാത്ര തിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് തൽക്കാലം ഡ്രോപ്പ് ചെയ്ത് നേരെ നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മുവാങ് ഹിയാമിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സാധാരണ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം കുളിക്കാമല്ലോ എന്നുള്ള കണക്കൂട്ടിൽ നേരെ ഹോട്ട് സ്പ്രിങ് നോക്കി വെച്ച് പിടിച്ചു. വലിയ ദൂരം ഇല്ല, അവിടുന്ന് ഹോട്ടലിന് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ എൻട്രൻസിൽ പോയി ടിക്കറ്റ് എടുത്തു. ഇവിടെയാണ് 20,000 കിപ്പാണ് മൊത്തം.
เอาเบียร์ไม่ได้3 แก้ว One ticket. 15,000เขามาเอาเลยอัมพี่ അകത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്, നമുക്ക് ബിയറൊക്കെ മേടിക്കാം. അപ്പോൾ ഒരു ബിയർ ലാവൊക്കെ മേടിച്ച് പതുക്കെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണുന്നില്ല. വീക്കെൻഡൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ക്രൗഡ് കൂടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ ഇപ്പം വലിയ തിരക്കില്ല, അവിടെ എവിടെയൊക്കെ ആണെന്ന് വരെ കണ്ടോളൂ. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ് കുറച്ച് മുകളിലോട്ട് മാറിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് ലൈൻ വഴി ചൂടുവെള്ളം വന്നിട്ടാണ് ഈ ചെറിയ ആൾക്കാർക്ക് ഇറങ്ങിയിരിക്കാവുന്ന ചെറിയ ഈ വട്ടത്തിലുള്ള ചെറിയ പൂളിൽ വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് എൻജോയ് ചെയ്യാം. ഈ പൈപ്പ് ലൈനിൽ കൂടാണ് ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് വെള്ളം ചെറിയ ഈ പൂളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഹോട്ട് സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മറ്റു നാഷണൽ പാർക്കിന് ചേർന്നുള്ള സ്ഥലമാണ്. ഹോട്ട് സ്പ്രിങ് കഴിഞ്ഞാൽ ഇതിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ അപ്പുറം നാഷണൽ പാർക്കിന്റെ ഏരിയ ആണ്. പിന്നെ So you can see the fumes. Hot spring is nearby. അപ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സൾഫറിന്റെ മണം കിട്ടുന്നുണ്ട്. Spring. കാരണം മിനറൽ റിച്ച് വാട്ടറാണല്ലോ ഈ ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല സൾഫർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ നല്ല പുകയൊക്കെ പൊങ്ങുന്നുണ്ട്. നല്ല ചൂടാണ് വെള്ളത്തിന്, അതുപോലെ സൾഫറിന്റെ മണവും നല്ലതായിട്ട് വരുന്നുണ്ട്. രണ്ടൊന്നും ചെറിയ ചെറിയ സ്പോട്ട് പോലാണ് ഇത്. ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം മുകളിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ബാരിക്കേഡൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഡയറക്റ്റ് അവിടെ ഇറങ്ങാൻ പാടില്ല. ഇവിടുന്ന് പൈപ്പിൽ കൂടെ വെള്ളം താഴെ വന്ന് നമുക്ക് അവിടെ ഇരുന്ന് കുളിക്കാൻ പറ്റിയ ആ ചെറിയ പൂളിൽ അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നല്ല ചൂടാണ് വെള്ളത്തിന്. 100 ഡിഗ്രി എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത്രയും ബോയിൽ ചെയ്യുന്ന പോലൊന്നും തോന്നിയില്ല. ചില സമയത്ത് വല്ലതും ബോയിൽ ചെയ്യുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഒരു 5-8 മിനിറ്റ് അവിടെയൊക്കെ നിന്ന് ഹോട്ട് സ്പ്രിങ്ങിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പോടുകൂടി നമ്മൾ നേരെ ഇറങ്ങിയിരിക്കാൻ പറ്റിയ പൂള് ലക്ഷ്യമാക്കി വീണ്ടും പുറകോട്ട് തന്നെ നടന്നു. അപ്പം അങ്ങനെ ഒരു തണുത്ത ബിയർ ലാവോ ഒക്കെ അടിച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇറങ്ങിയിരുന്നപ്പോഴത്തേക്കും ഇന്നലെ മല കയറിയതിന്റെ ക്ഷീണവും ഇന്ന് വണ്ടി ഓടിച്ച ക്ഷീണമൊക്കെ ഒന്ന് മാറി, ഫ്രഷായി. Welcome to Lao. Sabaidi. ലോക്കൽ ഒരു ലാവോക്കാരനെ അടുത്ത് കണ്ടു. ഇംഗ്ലീഷൊന്നും കാര്യമായിട്ട് പുള്ളിക്ക് അറിയത്തില്ല, എന്നാലും ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് പുറകെ കൂടെ ഒരു കൊച്ചു പയ്യൻ വന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. നല്ല ചൂടാണ് വെള്ളത്തിന്, എത്ര നേരം വേണേലും ഇരിക്കാൻ തോന്നും. നല്ലൊരു റിലാക്സിങ് പോയിന്റ് ആണത്. അതുകൊണ്ട് കുറേ നേരം ഓൾമോസ്റ്റ് 6 മണിക്കൂർ അവിടെ ചൂടുവെള്ളം എൻജോയ് ചെയ്തിരുന്നു. ബിയർ തീർന്നപ്പോഴത്തേക്കും അതൊക്കെ കയറി. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഹോട്ട് സ്പ്രിങ്ങിന്റെ ഏരിയയിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേര സമയമാണ്, അപ്പോൾ നല്ല ഇരുട്ട് വീണില്ല, വൈകുന്നേര സമയമാണ്. അവിടെ എവിടെയായിട്ട് ചെറിയ എന്താ പറയാ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ഹട്ടുകൾ പോലെയൊക്കെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ വാതക്കിലേക്ക് വരുമ്പോഴത്തേക്കും റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങാൻ നേരത്തെ റെസ്റ്റോറന്റിൽ കുറച്ച് പേരൊക്കെ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒച്ചയും ബഹളവും വർത്താനമൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം ഒരു 1.5 മണിക്കൂറോളം ഹോട്ട് സ്പ്രിങ്ങിനകത്ത് എൻജോയ് ചെയ്തു. Another river view. ഇതാണ് ഇവിടുത്തെ മെയിൻ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ. താഴെ കൂടെ നദിയുണ്ട്. നദി തീരത്തുള്ള ചെറിയൊരു റെസ്റ്റോറന്റിന്റെ വ്യൂ ആണെന്ന് തോന്നുന്നു. വൈകുന്നേരം വേണേൽ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ഫുഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഡിന്നർ അവിടെ കൂടാൻ വേണമെങ്കിൽ. എന്തായാലും റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇയാൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു നദിയിൽ നിന്ന് വെള്ളം പതുക്കെ പമ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്തോ പൈപ്പ് ലൈൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ നടക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഇങ്ങോട്ട് നടന്നു. വലിയ ദൂരമൊന്നുമില്ല, ഒരു കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഒരു ഈവനിങ് വാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പേ കണ്ട റിവർ സൈഡിലുള്ള ഹട്ട് പോലത്തെ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല അവിടെ, ഫുഡൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, മെയിൻ കോഴ്സ് ഒന്നുമില്ല. ചെറിയ സ്നാക്സ്, ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക് അതൊക്കെ ഉള്ളൂ. അവിടെയും ആരും തന്നെ ഇല്ല. അങ്ങനെ ഒരു സീസൺ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അപ്പം ആരും തന്നെ കണ്ടില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് നോർമൽ ഫുഡെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് അവിടുന്ന് ഫുഡിന് ഓർഡർ കൊടുത്തു. അപ്പോൾ ഒരു ബിയർ ലാവും കൂടെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡെയിലി ബിയർ ലാവാണ് ഇവിടെ കഴിക്കുന്നത്. ലാഗർ ബിയറാണ്, അത്ര സ്ട്രോങ് ഒന്നുമല്ല, മൈൽഡ് ബിയറാണ്. നമ്മുടെ ഒരു 100 രൂപ, ½ ലിറ്ററിന്റെ ക്യാനിന് നമ്മുടെ ഒരു 100 രൂപ റേഞ്ചാണ്.
അങ്ങനെ ഇരുന്നാണെന്ന് ഫുഡ് ഓർഡർ ചെയ്തു. റൈസ്, പോർക്ക്, പിന്നെ ഒരു ഫ്രൈഡ് എഗ്, അത്യാവശ്യം ഫില്ലിംഗ് ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പതുക്കെ തിരിച്ച് നടക്കുമ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ലോക്കൽ മേള കണ്ടു. അവിടെ എനിക്ക് വന്ന വില്ലേജ് ഫെയർ വേണ്ട മേള പോലെ നടക്കാൻ തോന്നുന്നു. ചെറുകിട കച്ചവടക്കാർ തുണികൾ, പിന്നെ ചെറിയ സ്റ്റേഷനറി ഐറ്റം, പിള്ളേർക്കുള്ള ടോയ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ പഴയ ആനമയിലൊട്ടകം പോലെ കളിയുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ആഞ്ഞ് കിലുക്കി കുത്താണ്. കിലുക്കി കുത്തിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് ആഞ്ഞ് പൈസ വെച്ചാൽ കളിക്കുന്ന നമ്മൾ ചെറിയ എമൗണ്ടൊക്കെയാണ്. 1000 കിപ്പും 10000 കിപ്പും ഒക്കെ വെച്ച് കളിക്കുന്നുണ്ട്. പിള്ളേരാണ് കൂടുതലും എൻജോയ് ചെയ്ത് കളിക്കുന്നത്. പൈസ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം, കാലി അടിച്ച കമ്പനിക്ക് എന്ന് പറഞ്ഞ് കമ്പനിക്കാരുടെ സന്തോഷം. അങ്ങനെ അതുമൊക്കെ കണ്ട് ഒരു 8:30-9 അതെല്ലാം കണ്ട് വൈൻഡപ്പ് ചെയ്ത് നേരെ റൂമിൽ പോയി. അപ്പോൾ അതൊക്കെയാണ് ഈ മുവാങ് ഹിയാമിലെ വിശേഷങ്ങൾ. നാളെ നമുക്ക് ഇനി ഇവിടുന്ന് ഫോൺ ഷാമലിലേക്ക് പോകണം. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരമുണ്ട്. ഇതിപ്പോൾ ഇന്നൊരു 150 കിലോമീറ്റർ ഉള്ളായിരുന്നു. നാളെ മിക്കവാറും ഒരു 200 കിലോമീറ്റർ അടുത്തോളം പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഫോൺ ഷാവൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.